മീൻ ഏതാണെങ്കിലും അത് കറി വെക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ചോറിനായാലും പലഹാരത്തിനായാലും ഏതിനും കൂടി കൂട്ടാൻ പറ്റിയ നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അയില മീനാണ്. അത് വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും ജീരകവും നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഒന്നിച്ച് ചതച്ച് ചേർക്കുന്നുണ്ട്. 6-7 ചുവന്നുള്ളിയും അതേപോലെ ചെറിയൊരു തുടം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്നിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നടുകി ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അത് ചുവന്ന നിറമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പം എരിവുള്ള മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെയും പച്ചമണം മാറി ഒന്ന് വരട്ടെ. ആ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ മാങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളി അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പം കറി നന്നായിട്ട് തിളച്ചപ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. ശേഷം ഇതിലേക്ക് ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മാങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മാങ്ങ ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇത് തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കാം. മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാപ്പാൽ. ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തതാണ് കേട്ടോ. തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പം ചോറിന് മാത്രമല്ല നമുക്ക് പലഹാരത്തിനെല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു മീൻ കറി കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കുവാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്